ഇന്ന് പ്രദോഷമാണ് കേട്ടോ. നമ്മളിപ്പം ഏറ്റുമാനൂർ അമ്പലത്തിലാണ് പ്രദോഷവ്രത പൂജ കൂടാനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് അമ്പലത്തിലെ ആദ്യ നടപ്പന്തൽ വരുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച 108 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. രൗദ്രഭാവത്തിലുള്ള പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. രാവിലെ അഘോരമൂർത്തിയും ഉച്ചയ്ക്ക് ശരഭമൂർത്തിയും വൈകിട്ട് അർദ്ധനാരീശ്വരനായിട്ടും സങ്കല്പിച്ചാണ് ഇവിടെ ആരാധന നടക്കുന്നത്. ആദ്യ നടപ്പന്തലിന് ശേഷം സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഈ ഒരു ക്ഷേത്ര കവാടമാണ്. ഈ ഒരു കവാടം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലെ നടപ്പന്തൽ. ഈ നടപ്പന്തലിൻ്റെ മുകളിലായിട്ട് ഭഗവാന്റെ ഒരു ഫോട്ടോ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഏറ്റുമാനൂർ അമ്പലത്തിലെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഫോട്ടോ. വേറെ ഒരു അമ്പലത്തിലും ഈ ഒരു ഫോട്ടോയിലുള്ള ആ രൂപം കാണാൻ കഴിയില്ല. നമുക്ക് പൂക്കളോ അല്ലെങ്കിൽ മാലയോ നമുക്ക് ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഇവിടുന്ന് വാങ്ങാവുന്നതാണ് കേട്ടോ. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തെ ദർശനം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രദക്ഷിണത്തിനായിട്ട് പുറത്തേക്കിറങ്ങി. ഇന്ന് പ്രദോഷമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പായസവും വാങ്ങിയിരുന്നു. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പിൻഭാഗം വരുന്നത്. ഉത്സവ സമയത്ത് ഇവിടെ ഭക്തജനങ്ങളെ കൊണ്ട് ഭക്തി സാന്ദ്രമായിരിക്കും കേട്ടോ. ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നന്ദീശനെ കാണാതെ ഞങ്ങൾ പോകാറില്ല. ഇതാണ് നമ്മുടെ അമ്പലത്തിലെ നന്ദീശൻ. ഇതാണ് അമ്പലത്തിലെ ആനക്കൊട്ടിൽ വരുന്നത്. എഴുന്നള്ളിപ്പൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടും നടക്കാറുണ്ട് ഉത്സവത്തിന്. പിന്നെ പ്രോഗ്രാമൊക്കെ കാണാനും ആളുകൾ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇതാണ് അമ്പലത്തിലെ സ്റ്റേജ് വരുന്നത്. ഇപ്പോൾ രാമായണ മാസം ആയതുകൊണ്ട് ഇവിടെയാണ് കേട്ടോ രാമായണ പാരായണം നടക്കുന്നത്. ഇതെല്ലാം പ്രദോഷവ്രത പൂജയുടെ ഭാഗമാണ് കേട്ടോ. എനിക്കിവിടെ നിന്നപ്പോൾ ഫീൽ ചെയ്തത് നമ്മൾ ഏറ്റുമാനൂർ അമ്പലത്തെ ഉത്സവത്തിന് ഒരു 1-ാം ദിവസം അല്ലെങ്കിൽ 2-ാം ദിവസമൊക്കെ വരുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത്. ആനയില്ലെന്നേ ഉള്ളൂ. ഭക്തജനങ്ങളും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കുംഭമാസത്തിലെ 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അതുതന്നെയാണ് ഇവിടുത്തെ ആണ്ടുവിശേഷവും. കുംഭമാസത്തിലെ ശിവരാത്രി, തിരുവാതിര ഇവയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം എല്ലാ മാസത്തെ പ്രദോഷവ്രതവും ആചരിച്ചു വരുന്നു. പ്രദോഷവ്രതം എടുത്തവരുടെയും തൊഴാൻ വരുന്നവരുടെയും നിത്യവും ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരുടെയും നാവിൽ നിന്ന് വരുന്ന പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമ ശിവായ കൊണ്ട് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് അവിടെ. ഈ ഒരു പ്രദോഷ സമയത്ത് ഭഗവാൻ ശരഭവാഹനത്തിലിരുന്നാണ് ഇവിടെ എഴുന്നള്ളിപ്പ് നടക്കുന്നത്. ശരഭവാഹനം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ പുരാണം അനുസരിച്ച് തല പക്ഷിയുടെയും ഉടല് സിംഹത്തിൻ്റെയും രൂപമുള്ള ഒരു ജീവിയാണ്. ആ ഒരു വാഹനത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. 7:30 പൊന്നാന ദർശനം ദർശനപ്രധാനമാണ്. ഈ ആസ്ഥാന മണ്ഡപത്തിലാണ് 7:30 പൊന്നാന ദർശനം നമുക്ക് കാണാൻ കഴിയുന്നത്. ആസ്ഥാന മണ്ഡപത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അവിടെ പോയി തൊഴുന്നതും ഉത്തമമാണ്. ഇതാണ് ക്ഷേത്രക്കുളം വരുന്നത്. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ പിന്നിലും ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഉണ്ട്. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി. ഞങ്ങൾ മിക്കവാറും വരുമ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ക്ഷേത്രത്തിൽ തൊഴാൻ വരാറ്. നിങ്ങൾക്കും പ്രദോഷവ്രതം എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം വ്രതം നോക്കുക. പ്രദോഷത്തിൻ്റെ അന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള വ്രതം നോക്കുക. അതിനുശേഷം വൈകുന്നേരം ആണെങ്കിലും ക്ഷേത്രത്തിൽ വന്ന് രസീത് എഴുതിയിരിക്കുക. ക്ഷേത്രത്തിലെ പൂജകൾ കൂടുക. ഇതിനുശേഷം കിട്ടുന്ന തീർത്ഥം പാനം ചെയ്യുന്നത് വഴി നമ്മുടെ വ്രതം കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും.